രാവിലെയാണ് നമ്മൾ ബാംഗ്ലൂർ എത്തിയത്. രാവിലത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിച്ച് നേരെ കുടിവെള്ളം എടുക്കാൻ വേണ്ടി പോയി. ഇത് നിർബന്ധമാണ് ഗൈസ്. ഇവിടെ വന്നേ പിന്നെ നമ്മൾ എപ്പോഴും ചിക്കനും ബീഫും അങ്ങനെ എന്തെങ്കിലും വാങ്ങലുള്ളൂ കേട്ടോ. ഫിഷിന്റെ ഒരു ഐറ്റം പോലും വീട്ടിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് അങ്ങനെ എന്തെങ്കിലും ആക്കാന്ന് പറഞ്ഞിട്ട് ചെമ്മീൻ വാങ്ങി 1 കിലോ 250. സ്ത്രീക്ക് ഒരു ലോകയുടെ ഉമ്മയും കൊടുത്തിട്ട് സാവി അവനെ പണിക്ക് പറഞ്ഞൊക്കെയാണ്. ഇനി ഇവൻ ചോറും തന്നെ വരുള്ളൂ. അപ്പളേക്ക് നമ്മൾ ചോറും കറിയും എല്ലാം സെറ്റപ്പ് ആക്കി എടുക്കണം. പക്ഷെ ഇതിലിപ്പോ കോമഡി എന്താന്ന് വെച്ചാൽ എനക്ക് മീൻ കറി ആക്കാൻ അറിയില്ല. പക്ഷെ യൂട്യൂബുള്ളതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല. ചെമ്മീൻ പൊരിക്കാനും റോസ്റ്റ് ആക്കാനെല്ലാം അറിയാം, പക്ഷെ കറി ആക്കാൻ അറിയില്ല. ട്രൈ ആക്കാം. തേങ്ങ ഉണ്ട്, പക്ഷെ തേങ്ങ അരച്ച് കറി വെക്കല് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞാൻ എന്താക്കി മുളക് കറി വെച്ച് ബാക്കി ചെമ്മീൻ പൊരിച്ച്. അങ്ങനെ വലിയ മെനക്കേടില്ലാണ്ട് ചോറും കറിയും പൊരിച്ചെല്ലാം റെഡിയായി ഗൈസ്. അപ്പോഴേക്ക് ശ്രീയും വന്നിന്. എന്നാ പിന്നെ വേഗം ചോറ് തിന്നാന്ന് വിചാരിച്ചു. ആദ്യത്തെ ട്രൈ ആണെങ്കിലും കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇന്ന് ഹോളി ആണല്ലോ, അതുകൊണ്ട് താഴെ പിള്ളേരെല്ലാം ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിന്. അതിന്റെ സൗണ്ട് കേട്ടിട്ട് സാവി ഓടിപ്പോയി. നമ്മളാണെങ്കിൽ അവനെ നോക്കി നിൽക്കലേന് എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ. ഇത് നമ്മൾ അപ്പാർട്ട്മെന്റിന്റെ അടുത്തുള്ള സാവിന്റെ 3 ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഇവര് 3 കന്നഡയും സാവി മലയാളിയും. പക്ഷെ ഇവരെങ്ങനെയല്ലോ സംസാരിക്കും, അതെങ്ങനെയാന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. അവനെ കുളിപ്പിച്ചിറക്കി ടെറസിൽ കുറച്ച് തുണി ആറിയിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളായിരിക്കും ഇന്ന് അലക്കി ഇട്ടതെന്ന്. അല്ല കൈസ്, ഞാൻ നാട്ടിൽ പോകുമ്പോൾ അലക്കി ആറിയിട്ടാണ്. അത് വെയില് കൊണ്ടൊരു വിധമായിട്ടുണ്ട് ഞാൻ എടുക്കാൻ പോകുമ്പോഴേ. നമ്മൾ ഈ റൂമിൽ വരുമ്പോഴേ ഉള്ള ഒരു ഷെൽഫാണ് ഇത്. ഇതിനൊരു മേക്ക് ഓവർ കൊടുക്കണം എന്നല്ല ഉണ്ട്. അങ്ങനെ തുണിയെല്ലാം എടുത്ത് വെച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു ഗൈസ്.